താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിയുന്നു. സ്ഥലത്ത് മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ തുടരുന്നതിനാൽ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ അറിയിച്ചു. അടിവാരത്തും ലക്കിടിയിലും വാഹനങ്ങൾ തടയും. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. താമരശ്ശേരി ചുരത്തിൽ വലിയ ആശങ്കയായി വീണ്ടും മണ്ണ് ഇടിയുകയാണ്. എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു കാലാവസ്ഥ? എന്താണ് സ്ഥിതിഗതികൾ അവിടെ? ദിവസം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഈ മണ്ണും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പിന്നീട് വാഹനങ്ങൾ വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയും വാഹനങ്ങൾ താമരശ്ശേരിക്കും അതുപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് ലക്കിടി വയനാട് ഭാഗത്തേക്കും ആ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് തുടർന്ന് ചില സ്ഥലങ്ങൾ ഇടിയുന്ന, അതായത് ഈ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ ആ സ്ഥലത്തിന്റെ സമീപത്ത് തന്നെ 3-4 പാറക്കഷ്ണങ്ങൾ വീഴുകയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് പ്രധാനമായും പറയുന്നത് നേരത്തെ ഇളകിയിരുന്ന മണ്ണ് അത് മഴ പെയ്തപ്പോൾ ഊർന്നു വന്നതാകാം എന്നുള്ള നിഗമനമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ജാഗ്രത എന്നോണം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ഈ ഗതാഗതം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗതാഗതം പൂർണ്ണമായും ഈ പ്രദേശത്ത് നിരോധിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസ് മാത്രം ഈ വഴിയിൽ കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റ് എമർജൻസി സിറ്റുവേഷനുള്ള ഈ ആശുപത്രി കേസോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനുള്ള ആളുകളെ ഈ വഴി കടത്തിവിടുന്നുണ്ട്. മറ്റ് വാഹനങ്ങളൊന്നും ഇതുവഴി കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിദഗ്ധ സമിതി അവിടെ പരിശോധനയ്ക്കെടുത്തും. ജിയോളജി വകുപ്പിന്റെ അടക്കം വിദഗ്ധ സമിതി ഈ പ്രദേശത്ത് പരിശോധനയ്ക്കെടുത്തും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പിന്നീട് ഈ വഴിയിൽ വാഹനങ്ങൾ കടത്തിവിടണോ എന്നുള്ളത് തീരുമാനിക്കുക. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ സ്ഥലത്ത് മഴ പെയ്തതിനെ തുടർന്ന് ബാക്കി ഉണ്ടായിരുന്ന മണ്ണും കല്ലുകളും പുറത്തേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് ആ പ്രാഥമികമായിട്ടുള്ള നിഗമനം. നീലിമ. അർജുൻ, ഈ യാത്രയ്ക്കായി ബദൽ മാർഗങ്ങൾ, ബദൽ സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ നമുക്ക് ഒരു ബദൽ സംവിധാനം എന്ന് പറയുന്നത് ഒന്ന് കുറ്റ്യാടി ചുരമാണ്. ആ കുറ്റ്യാടി ചുരത്തിൽ കൂടി മാത്രമാണ് നമുക്ക് പിന്നീട് വയനാട്ടിൽ എത്തുവാൻ കഴിയുക. ആ ചുരത്തിൽ കൂടി എത്തണമെങ്കിൽ തന്നെ ഈ കോഴിക്കോട് നിന്നും കിലോമീറ്ററുകൾ, അതായത് 120-130 കിലോമീറ്ററുകൾ വീണ്ടും ചുറ്റി വേണം വയനാട്ടിലേക്ക് എത്താൻ. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള ആളുകൾക്കും അത്തരത്തിൽ തന്നെ വേണം തിരിച്ചും കോഴിക്കോടേക്ക് എത്താൻ. ആ തരത്തിലുള്ള ഒരു മാർഗമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇതുവരെയും അവലംബിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും വയനാടൻ ജനത എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു ബദൽ പാത തങ്ങൾക്ക് ആവശ്യമാണ്. അതേ തുടർന്ന് തന്നെയാണ് ഇനി ഈ ഒരു തുരങ്കപാത വരുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമായ വർത്തമാനം വയനാടൻ ജനതയിലേക്ക് എത്തുന്നത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്നുള്ളതാണ് ഓരോ വയനാട്ടുകാരും പറയുന്നത്. അത് മാത്രമല്ല ഒരു ബദൽ പാത, പൂഴിത്തോട് വഴിയുള്ള ഒരു ബദൽ പാത കൂടി വരണം എന്നുള്ള ഒരു ആവശ്യം കൂടി ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. നാടുകാണി ചുരമുണ്ട്. ഈ നാടുകാണി ചുരം വഴിയും ഇത്തരത്തിൽ ആളുകൾക്ക് പോകാം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി. അർജുൻ, താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അവിടെ. അർജുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.